എല്ലാവർക്കും മിഷൻ LDC റിവിഷൻ ക്ലാസ്സിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് പറഞ്ഞാൽ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് ജീവശാസ്ത്രവും പൊതുജനാരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട് LDCയുടെ സിലബസിൽ 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പം ഈ ടോപ്പിക്കിൽ, അതായത് ബയോളജി ടോപ്പിക്കിൽ 2021 മുതൽ PSC ചോദിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. വിത്ത് റിലേറ്റഡ് ഫാക്ട് റിവിഷൻ പോലെ ചെയ്യാൻ പോവുകയാണ്. അപ്പം കുറച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ഇതിനു മുമ്പ് ചെയ്ത ക്ലാസ്സൊക്കെ ഒരുപാട് പേർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് തന്നെ കൂട്ടുകാരൊന്ന് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ മാക്സിമം കാണുന്നവരാരും നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുന്നില്ല. മാക്സിമം ഒന്ന് നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ ശ്രമിക്കണേ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. നെഫ്രൈറ്റിസ് മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണ് നെഫ്രൈറ്റിസ്? അപ്പം നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ശരീരത്തിലെ ഏത് അവയവത്തെ ബാധിക്കുന്ന രോഗമാണെന്നാണ് ചോദിക്കുന്നത്. ഓപ്ഷൻ എ കരൾ, ഓപ്ഷൻ ബി വൃക്ക, ഓപ്ഷൻ സി മസ്തിഷ്കം, ഓപ്ഷൻ ഡി ഹൃദയമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ എന്താണ് നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞ രോഗം എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ കിട്ടും. അതായത് നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണുബാധയോ അതുപോലെ തന്നെ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കത്തെ പറയുന്ന പേരാണ് നെഫ്രൈറ്റിസ്. അപ്പം നെഫ്രൈറ്റിസ് എന്താണ്? അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കത്തെ പറയുന്ന പേരാണ് നെഫ്രൈറ്റിസ്. ഈ നെഫ്രൈറ്റിസിൻ്റെ അപ്പോൾ ഇതിന് ആൻസർ ഏതാണ് വരുന്നത്? വൃക്കകൾക്കുണ്ടാകുന്ന വീക്കത്തെ പറയുന്നില്ല നെഫ്രൈറ്റിസ്. അപ്പോൾ ആൻസർ എന്താണ് വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പം നെഫ്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ അണുബാധയോ വിഷബാധയോ മൂലം വൃക്കകൾക്കുണ്ടാകുന്ന വീക്കത്തെയാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി വൃക്കയാണ്. അതുപോലെ തന്നെ നെഫ്രൈറ്റിസിൻ്റെ ലക്ഷണമൊക്കെ SCRT ടെസ്റ്റിൽ 9ാം ക്ലാസ്സിലെ ടെസ്റ്റ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. മാക്സിമം അന്ന് നിങ്ങൾ SCRT ടെസ്റ്റ് ഒന്ന് റെഫർ ചെയ്തിട്ട് പോകണം. ടെസ്റ്റിൽ കൊടുത്തിരിക്കുന്നത് ഇതിൻ്റെ ലക്ഷണമാണ്. അതായത് നെഫ്രൈറ്റിസിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത് കലങ്ങിയതും കടും നിറത്തോടു കൂടിയതുമായ മൂത്രം, അതുപോലെ തന്നെ പുറം വേദന, പനി, മുഖത്തും കണങ്കാലിലും വീക്കുമൊക്കെയാണ് ഇതിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വൃക്കയുമായിട്ട് സംബന്ധിച്ചുള്ള 2 രോഗങ്ങളുടെ SCRT ടെസ്റ്റിൽ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന് വൃക്കയിലെ കല്ലാണ്. വൃക്കയിലെ കല്ലെന്ന് പറയുമ്പോൾ എന്താണ്? വൃക്കയിലെ മൂത്രപഥത്തിലോ കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞു കൂടുന്നു. അപ്പോൾ വൃക്കയിലെ മൂത്രപഥത്തിലേക്ക് കാൽസ്യം ലവണങ്ങൾ തരികളായി അടിഞ്ഞു കൂടുന്നതിനെ പറയുന്നതാണ് വൃക്കയിലെ കല്ല് എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷണമായിട്ട് വരുന്നത് അടിവയറ്റിൽ വേദന, മൂത്രതടസ്സം, തലകറക്കം, ഛർദിയൊക്കെ അതിൻ്റെ ലക്ഷണമായിട്ട് വരുന്നതാണ്. പിന്നൊന്ന് അടുത്തത് യുറീമിയാണ്. യുറീമിയ എന്ന് പറയുന്നത് പലതരം വൃക്കരോഗങ്ങൾ യുറീമിയ വരാൻ ഇത് വരും. അതുപോലെ തന്നെ നെഫ്രൈറ്റിസ്, പ്രമേഹം, രക്താതിമർദ്ദമൊക്കെ കാരണമായിട്ട് വരും യുറീമിയ വരാൻ. അതുപോലെ തന്നെ യുറീമിയയുടെ ലക്ഷണം എന്ന് പറയുന്നത് വിളർച്ച, ശരീരഭാരം കുറയുക, അതുപോലെ തന്നെ തലകറക്കം, ശ്വാസതടസ്സം, വയറിളക്കം, മൂത്രോൽപാദനം ക്രമേണ നിലയ്ക്കുന്നതൊക്കെയാണ് നമ്മുടെ യുറീമിയയുടെ ലക്ഷണമായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അപ്പോൾ നിങ്ങൾ SCRT ഒരു കാര്യം കൂടെ പറയാം. ഇനിയിപ്പോൾ നമുക്ക് എക്സാം നടക്കാൻ ഇനിയിപ്പം 7-8 ദിവസമൂടെ ഉള്ളൂ. എക്സാം 27-നാണ് എക്സാം വരുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് SCRT ടെസ്റ്റ് ഒന്ന് 7, 8, 9 ഒന്ന് ബേസിക്കായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് വായിച്ച് നോക്കിയാൽ മതി. വായിച്ച് നോക്കിയിട്ട് എക്സാമിന് പോകാവേ. അതിനകത്ത് ബോക്സിലൊക്കെ കൊടുത്തിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSCക്ക് സ്ഥിരമായിട്ട് SCRT എന്നാണ് ഇപ്പം ചോദിക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണം. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന. അപ്പോൾ പിത്തരസത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന കണ്ടുപിടിക്കുമെന്നാണ്. ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാമെന്നാണ്. അപ്പോൾ നമുക്ക് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് വായിച്ച് നോക്കാം. പിത്തരസം വൃക്ക ഉൽപ്പാദിപ്പിക്കുന്നു. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? പിത്തരസം ഏതാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? പിത്തരസം കരളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പിത്തരസത്തിൽ എൻസൈമുകളില്ല. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു. തെറ്റായിട്ടുള്ളതാണ്. പിത്തരസത്തിൽ എൻസൈംസ് ഇല്ല. അപ്പോൾ പിത്തരസം അന്നജത്തെ വിഘടിപ്പിക്കുന്നു എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ പിത്തരസം ഭക്ഷണത്തെ ക്ഷാരഗുണമുള്ളതാക്കുന്നു. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അപ്പം ഇനി നമ്മളെന്താണ് ഇവിടെ 1, 3 അല്ലേ തെറ്റായിട്ട് വന്നത്. അപ്പം മേളിലോട്ട് ഒന്നുകൂടെ പോകണേ. പല കൂട്ടുകാർക്കും ഈ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ പല കൂട്ടുകാർക്കും പറ്റുന്ന അബദ്ധമാണ്. ഞാനിപ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതാണ്. എന്നാലും പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് വേണ്ടി പല കൂട്ടുകാർക്കും പറ്റുന്ന ഒരു അബദ്ധമാണ്. നമ്മളിങ്ങനെ ഇതിട്ടിട്ട് പോകും. തെറ്റായത് ശരിയായതെന്നൊക്കെ മാർക്ക് ഇട്ടിട്ട് പോയി അവസാനം ഇത് കണ്ടോ ശരിയായതാണെന്ന് വിചാരിച്ച് കറപ്പിച്ച് കഴിഞ്ഞിട്ടായിരിക്കും തെറ്റായ പ്രസ്താവനയിലോട്ട് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പേ നിങ്ങൾ ഈ തെറ്റായ പ്രസ്താവനയിൽ അവിടെ ഒരു അണ്ടർലൈൻ ഇട്ടിട്ട് ഇതിൽ ഏതൊക്കെയാണ് തെറ്റ് ശരിയെന്ന് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കറപ്പിക്കാൻ കേട്ടോ. ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം കറപ്പിക്കാൻ. അപ്പോൾ ഇവിടെ എന്താണ് തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ 1, 3 ഇവിടെ ശരിയായിട്ട് വരുന്നത്. തെറ്റായ പ്രസ്താവനകളായിട്ട് വരുന്നത്. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇതിൻ്റെ ആൻസർ. സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ അങ്ങനെ ഒന്ന് ചെക്ക് ചെയ്തിട്ടേ പോവാവേ. അടുത്തത് വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ്. അപ്പോൾ എന്താണ്?
വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയെ പറയുന്ന പേരെന്താണ്? സിറോഫ്താൽമിയ. ഓപ്ഷൻ ഡി സിറോഫ്താൽമിയാണ്. അപ്പം നമ്മുടെ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് സിറോഫ്താൽമിയ. അപ്പം നമ്മുടെ വിറ്റാമിൻ എ എന്ന് പറഞ്ഞാൽ എന്താണ്? വിറ്റാമിൻ എയുടെ ശാസ്ത്രീയ നാമം എന്താണ്? റെറ്റിനോളാണ്. വിറ്റാമിൻ എ എന്ന് പറഞ്ഞാൽ കണ്ണിന് ആവശ്യമായ വിറ്റമിനാണ് നമ്മുടെ വിറ്റാമിൻ എ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അപര്യാപ്ത രോഗങ്ങൾ വേറെ വരുന്നത് ഏതാണ്? നിശാന്തത വരും, അതുപോലെ തന്നെ ഗ്ലോക്കോമ കാര്യങ്ങളൊക്കെ വരും. അപ്പം നമ്മളിപ്പം സിറോഫ്താൽമിയം എന്ന് പറയുമ്പോൾ എന്താണ്? വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. മറക്കല്ലേ. അടുത്തത് ലോക പ്രമേഹ ദിനമായി ആചരിക്കപ്പെടുന്നത് എന്നാണെന്ന് നവംബർ 14 ലോക പ്രമേഹ ദിനമായിട്ട് ആചരിക്കപ്പെടുന്നത്. പ്രമേഹം എങ്ങനെയാണ് വരുന്നത്? ഈ ഷുഗർ കൂടുമ്പോഴല്ലേ വരുന്നത്. അതുകൊണ്ട് തന്നെ നവംബർ 14 എന്ന് പറയുമ്പോൾ നമ്മുടെ ശിശുദിനമാണ്. അപ്പോൾ ശിശുക്കൾക്കല്ലേ മധുരം ഇഷ്ടം. അങ്ങനെ വെച്ചാൽ കണക്ട് ചെയ്ത് പഠിച്ചോ. ലോക പ്രമേഹ ദിനം എന്ന് പറയുന്നത് നവംബർ 14 ലോക പ്രമേഹ ദിനം നവംബർ 14. അപ്പോൾ ഈ ബയോളജിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട, അതായത് നമ്മുടെ ജീവശാസ്ത്രമായിട്ടൊക്കെ ബന്ധപ്പെട്ട ഓരോ ഡേറ്റുകളില്ലേ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്തിട്ട് പോകണം. പരീക്ഷയ്ക്ക് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്? അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന പട്ടികയിൽ ശരിയായ രീതിയിൽ യോജിപ്പിച്ചിരിക്കുന്നവ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ ശരിയാണ്. പൈനിയൽ ഗ്രന്ഥി മെലാട്ടോണിൻ ആണ്. അതുപോലെ തന്നെ തൈറോയിഡ് ഗ്രന്ഥി ഇൻസുലിൻ തെറ്റല്ലേ? തൈറോയിഡ് ഗ്രന്ഥിയുടെ അല്ലല്ലോ, ഹോർമോൺ അല്ലല്ലോ ഇൻസുലിൻ, അപ്പോൾ തെറ്റാണ്. അടുത്തത് ആഗ്നേയ ഗ്രന്ഥി തൈമോസിൻ തെറ്റായിട്ടില്ലേ? ആഗ്നേയ ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥി അതിൻ്റെ ഏതാണ് വരുന്നത്? ഇൻസുലിനും ഗ്ലൂക്കോഗോണും അല്ലേ? അടുത്തത് അഡ്രിനാൽ ഗ്രന്ഥി കോർട്ടിസോൾ ശരിയായിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ എന്താണ്? ഓപ്ഷൻ സി ആണ്. 1, 4 ആണ് ശരിയായിട്ടുള്ള ഇത് വരുന്നത്. അപ്പോൾ ഇവിടെ എന്താണ്? ഗ്രന്ഥികളും അതിൻ്റെ ഹോർമോണുകളാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോന്നും പഠിച്ചു പോകാം. നമുക്ക് ഇപ്പം തന്നെ അങ്ങ് പഠിച്ചു പോകാം. പൈനിയൽ ഗ്രന്ഥിയാണ് മെലാട്ടോണിൻ. അതുപോലെ തന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയാണ് കാൽസിറ്റോണിനും തൈറോക്സിനും. തൈറോയ്ഡ് ഗ്രന്ഥിയുടെ ഹോർമോൺസ് ആണ് കാൽസിറ്റോണിനും തൈറോക്സിനും. അതുപോലെ തന്നെ ആഗ്നേയ ഗ്രന്ഥി അഥവാ പാൻക്രിയാസ് ഗ്രന്ഥിയുടെ 2 ഹോർമോൺസ് ആണ് ഇൻസുലിനും ഗ്ലൂക്കോഗോണും. പാൻക്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റാ കോശങ്ങളുടെ ഹോർമോണാണ് ഇൻസുലിനും, അതുപോലെ തന്നെ ആൽഫ കോശങ്ങളുടേതാണ് ഗ്ലൂക്കോഗോണും. അതൊന്ന് ജസ്റ്റ് ഓർത്തിരുന്നാൽ മതി. പിന്നെ തൈമസ് ഗ്രന്ഥിയാണ് വരുന്നത്. തൈമസ് ഗ്രന്ഥിയുടെയാണ് തൈമോസിനും തയാമിനും. അതുപോലെ തന്നെ നമ്മുടെ അഡ്രിനാൽ ഗ്രന്ഥിയുടെയാണ് കോർട്ടിസോളും. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോകണേ. അടുത്തത്, എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? എലിപ്പനിക്ക് കാരണമായ രോഗാണു ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ബാക്ടീരിയയാണ്. എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. എലിപ്പനിക്ക് കാരണമായ രോഗാണു ബാക്ടീരിയയാണ്. ഓപ്ഷൻ ബി ബാക്ടീരിയയാണ്. അടുത്തത്, കാർസാപ്പ്, അതായത് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്താണ് കാർസാപ്പ്? അതായത് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ആൻഡ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്ന കർമ്മ പദ്ധതി നാടിന് സമർപ്പിക്കപ്പെട്ടത് എന്നാണെന്ന് ചോദിച്ചിരിക്കുന്നത്. 2018 ഒക്ടോബറിലാണ്. ജസ്റ്റ് ഇങ്ങനെ വന്നിട്ടുള്ള പദ്ധതികളുടെയൊക്കെ ഒന്ന് സമയം ഒന്ന് ഓർക്കണം. അതായത് ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ജസ്റ്റ് നോക്കിയിട്ട് പോണേ. അടുത്ത ക്വസ്റ്റ്യൻ, മനുഷ്യ ശരീരത്തിലെ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണെന്നത്? മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത് എവിടെയാണ്? ചെവിക്കുടയിൽ കാണപ്പെടും, കശേരിക്കളിൽ കാണപ്പെടും, അതുപോലെ തന്നെ 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്തും കാണപ്പെടും, നേസൽ സെപ്റ്റത്തിലും കാണപ്പെടും. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 2, 3, 4 എല്ലാം ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് കാണപ്പെടുന്നത്. അടുത്തത്, എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഇരുമ്പല്ലേ? ഓപ്ഷൻ എ ഇരുമ്പാണ്. അടുത്തത്, കോവിഡ്-19 കാരണമായ സൂക്ഷ്മജീവി. നമുക്കറിയാം കോവിഡ്-19 എന്താണ്? കൊറോണ വൈറസ് അല്ലേ? വൈറസ് എന്നല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? വൈറസ് സ്പ്രെഡ് ചെയ്യുമല്ലേ? അപ്പോൾ കോവിഡ്-19 കാരണമായ സൂക്ഷ്മജീവി ഏതായിരിക്കും? ഓപ്ഷൻ സി വൈറസ് ആണ്. മറക്കല്ലേ.
അടുത്തത് ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതാണ്? അപ്പം ജന്തുകോശങ്ങളിൽ കൂടുതലായി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം ഏതെന്നാണ്? ഏതാണ്? എളുപ്പമല്ലേ? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ വരുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഏറ്റവും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം. അടുത്തത് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ല ഓർ ജില്ലകൾ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതാണ്? കോഴിക്കോട് മാത്രമാണ് നമ്മുടെ കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം കോഴിക്കോട് മാത്രമേ ഉള്ളൂ, വേറൊരു ജില്ലയിലും ഇല്ല. അപ്പോൾ ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ ആയിട്ടിരുന്നത്. ഒന്ന് മാത്രമാണ് ആൻസർ. അതായത് കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്, കോഴിക്കോട് ജില്ലയിലാണ്. അടുത്തത് AB രക്തഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കും? AB രക്തഗ്രൂപ്പ് ഉള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കുമെന്നാണ്. അപ്പം നിങ്ങൾ ഇവിടെ ഇപ്പോൾ ബ്ലഡിൻ്റെ ഇതാണ് നോക്കുന്നത്. എ ബി ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എന്താണ്? സാർവിക സ്വീകർത്താവ് എന്നാണ് അറിയപ്പെടുന്നത്. AB ഗ്രൂപ്പാണ് സാർവിക സ്വീകർത്താവ് എന്നറിയപ്പെടുന്ന ഗ്രൂപ്പാണ്. അപ്പോൾ AB ഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകൾക്ക് രക്തദാനം ചെയ്യാൻ സാധിക്കുമെന്ന് ചോദിച്ചാൽ ഏതാണ്? ABക്ക് മാത്രമേ ചെയ്യാറുണ്ട്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. രക്തഗ്രൂപ്പ് ABക്ക് മാത്രമേ AB ഗ്രൂപ്പിന് രക്തം ദാനം ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ സ്വീകർത്താവല്ലേ ഇദ്ദേഹം, എ ബി ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ്. അപ്പം ആൻറ്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പാണ്. അതുകൊണ്ട് തന്നെ എല്ലാ ഗ്രൂപ്പിൽ നിന്നും ഇദ്ദേഹത്തിന് ബ്ലഡ് സ്വീകരിക്കാൻ പറ്റും. പക്ഷേ രക്തം ദാനം ചെയ്യാൻ കഴിയുന്നത് AB ഗ്രൂപ്പിലോട്ട് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ O ഗ്രൂപ്പ് അറിയാമല്ലോ. O ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ O ഗ്രൂപ്പാണ് യൂണിവേഴ്സൽ ഡോണറായിട്ട് വരുന്നത്. O ഗ്രൂപ്പ് എല്ലാവർക്കും രക്തം ദാനം ചെയ്യാൻ സാധിക്കും, പക്ഷേ സ്വീകരിക്കാൻ സാധിക്കുന്നത് Oയുടെ ഗ്രൂപ്പിൽ നിന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമ്മുടെ എ ഗ്രൂപ്പ് ആർക്കൊക്കെ നൽകാം? രക്തഗ്രൂപ്പ് ABക്കും നൽകാം. അതുപോലെ തന്നെ സ്വീകരിക്കുന്നത് Aയും സ്വീകരിക്കാൻ പറ്റും, O ഗ്രൂപ്പിൽ നിന്ന് സ്വീകരിക്കാൻ പറ്റും. അതുപോലെ തന്നെ B ബ്ലഡ് ഗ്രൂപ്പോ Bയും ABക്കും നൽകാം, രക്തം ദാനം ചെയ്യാൻ സാധിക്കും B ഗ്രൂപ്പിൽ. അതുപോലെ തന്നെ B ഗ്രൂപ്പിൽ സ്വീകരിക്കാൻ കഴിയുന്നത് ഏതൊക്കെയാണ്? Bയിലും Oയിലുമാണ് സ്വീകരിക്കാൻ കഴിയുന്നത് B ഗ്രൂപ്പിലെ. ജസ്റ്റ് നോക്കിയിട്ട് വേണം രക്തഗ്രൂപ്പിൻ്റെ, ചിലപ്പം ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. വിറ്റാമിനുകളും അപര്യാപ്ത രോഗങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്നാണ്. അപ്പം വിറ്റാമിനുകളും അപര്യാപ്ത രോഗങ്ങളുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. ശരിയായിട്ടുള്ളത് ഏതൊക്കെയെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാതിരിക്കുക. ശരിയായിട്ടുള്ളതല്ലേ? വിറ്റാമിൻ കെ രക്തം കട്ട പിടിക്കാതിരിക്കുക. വിറ്റാമിൻ കെയുടെ അത് തന്നെ. വിറ്റാമിൻ എ റിക്കറ്റ്സ് ആണോ? തെറ്റല്ലേ? റിക്കറ്റ്സ് വിറ്റാമിൻ ഡിയുടെ അല്ലേ? അഥവാ റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയുടെയാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ ഇയുടെയാണ് സ്കർവി. തെറ്റല്ലേ? വിറ്റാമിൻ ഇ സ്കർവി തെറ്റല്ലേ? വിറ്റാമിൻ ഇയുടെയാണ് എന്താണ്? വിറ്റാമിൻ ഇയുടെ അപര്യാപ്ത രോഗം ഏതാണ്? സ്കർവി എന്ന് പറയുന്നത് വിറ്റാമിൻ സിയുടെ അപര്യാപ്ത രോഗമാണ്, മറക്കല്ലേ. വിറ്റാമിൻ B1 എന്ന് പറയുന്നത് ബെറിബെറിയാണ്. വിറ്റാമിൻ B1 ബെറിബെറി, അത് ശരിയാണ്. അപ്പോൾ ഇവിടെ 1, 4 ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ ഡി അല്ലേ ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. 1, 4 ശരിയായിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ പറഞ്ഞു പോവാം. വിറ്റാമിൻ കെയുടെ അപര്യാപ്ത രോഗം, വിറ്റാമിൻ കെ ആണ് രക്തം കട്ട പിടിക്കാതിരിക്കുക. അതുപോലെ തന്നെ വിറ്റാമിൻ B1 ആണ് ബെറിബെറി. അതുപോലെ തന്നെ റിക്കറ്റ്സ് അഥവാ കണ എന്ന് പറയുന്നത് വിറ്റാമിൻ ഡിയുടെ അപര്യാപ്ത രോഗമാണ്. സ്കർവി വിറ്റാമിൻ സിയുടെ അപര്യാപ്ത രോഗമാണ്. അതുപോലെ തന്നെ വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങളാണ് നിശാന്തതയും സിറോഫ്താൽമിയും. അതുപോലെ തന്നെ വിറ്റാമിൻ B3യുടെ അപര്യാപ്തത രോഗമാണ് പെല്ലഗ്ര. അതുപോലെ തന്നെ വിറ്റാമിൻ കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, രക്തം കട്ട പിടിക്കാതിരിക്കുക. അതിന് പറയുന്നൊരു പേരാണ് ഹീമോഫീലിയ. ആ രോഗത്തിന് പറയുന്ന പേരാണ് ഹീമോഫീലിയ. ക്ലിയർ ആയ? അടുത്തത് കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന ഹോർമോൺ ഏതാണ്? കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന ഹോർമോൺ എന്ന് പറയുമ്പോൾ ഏതാണ്? ആൻസറായിട്ട് വരുന്നത് പ്രൊജസ്റ്റിറോൺ ആണ്. ഇത്രയും ടഫായിട്ടൊന്നും ചോദിക്കത്തില്ല. കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന ഹോർമോൺ ഏതെന്ന് ചോദിച്ചാൽ പ്രൊജസ്റ്റിറോൺ. അപ്പം ജസ്റ്റ് ഒന്ന് ഓർത്തിരുന്നാൽ മതി. കോർപ്പസ് ലൂട്ടിയം സ്രവിക്കുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രൊജസ്റ്റിറോൺ. അടുത്തത് ഏത് പേരിലാണ് ഊഷ്മാവിൻ്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത്? അപ്പോൾ എന്താണ് ക്വസ്റ്റ്യൻ? എന്താണ്? ഏത് പേരിലാണ് ഊഷ്മാവിൻ്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടെ ഊഷ്മാവ് തന്നിട്ടുള്ളത് കൊണ്ട് തന്നെ തെർമലുമായിട്ട് ബന്ധപ്പെടുന്ന ജീവികളായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെയും തെർമലുണ്ട്, യൂറി തെർമലും ഉണ്ട്, സ്റ്റീനോ തെർമലും ഉണ്ട്. അപ്പോൾ നമുക്കറിയാം എയോ ബിയോ ആയിരിക്കും ഇതിനകത്ത് ആൻസറായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ പഠിച്ചു വെച്ചോ. ഇവിടെ നിന്നാണ് ഊഷ്മാവിൻ്റെ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികൾ അറിയപ്പെടുന്നത് യൂറി തെർമൽ എന്നാണ്. വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന
ജീവികൾ അറിയപ്പെടുന്നത് യൂറിതെർമൽ എന്നാണ്. അതുപോലെ തന്നെ സ്റ്റീനോതെർമൽ എന്ന് പറയുന്നത് താഴ്ന്നതും അതുപോലെ തന്നെ ചെറിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികളെ പറയുന്നതാണ് സ്റ്റീനോതെർമൽ. സ്റ്റീനോ താഴ്ന്നിരിക്കും, യൂറിതെർമൽ വലിയ വ്യതിയാനങ്ങളെ അതിജീവിക്കാൻ കഴിയുന്ന ജീവികളെ പറയുന്നതാണ് യൂറിതെർമൽ. മറക്കല്ലേ. അടുത്തത് ഫേമർ അഥവാ ഫീമർ എന്നാണ്. ഫീമർ എന്ന അസ്ഥി കാണപ്പെടുന്ന ശരീരഭാഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ എ കാലാണ്. തുടയല്ലെന്ന് പറയത്തല്ലേ. ഫീമർ എന്ന് പറഞ്ഞാൽ തുടയൽ, തുട കാലിലല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഒരു ആൻസറിലോട്ട് പോകുന്നത്. ഫീമർ എന്നാണ് പറയുന്നത്. ഫീമർ എന്നാണ് ശരിക്കും എഴുതുന്നത്. ഫീമർ അസ്ഥി കാണുന്നത് എവിടെയാണ്? കാലിലാണ് അഥവാ തുടയിലാണ്. തുടയെല്ലെന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അസ്ഥികളുടെ കാര്യം ഒന്ന് നോക്കിയിട്ട് പോകണം. അസ്ഥികൾ ഏതൊക്കെയാണ് വരുന്നത്? സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ അസ്ഥി വരുന്നത് എവിടെയാണ്? സ്റ്റേപ്പിസ് ചെവിയിലാണ്. സ്റ്റേപ്പിസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ചെറിയ അസ്ഥി വരുന്നത്. അതുപോലെ തന്നെ ഫണ്ണി ബോൺ വരുന്നത് കയ്യിലാണ് വരുന്നത്. പാറ്റല്ല വരുന്നത് മുട്ടുചിരട്ടയിലാണ്. പാറ്റല്ല സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ്. എവിടെയാണ് എന്നൊക്കെ സ്ഥിരമായിട്ട് PSC ചോദിക്കുന്നതാണ് പാറ്റല്ലയെ കുറിച്ച്. അപ്പം പഠിച്ചു വെച്ചോ. പാറ്റല്ല എന്ന അസ്ഥി വരുന്നത് മുട്ടുചിരട്ടയിലാണ്. മുട്ടുചിരട്ടയിൽ പറയുന്ന അസ്ഥിക്ക് പറയുന്ന പേരാണ് പാറ്റല്ല. അതുപോലെ തന്നെ നട്ടലിലെ ആദ്യ കശേരുവിനെ പറയുന്നതാണ്. നട്ടലിലെ മുകളിലത്തെ ആദ്യ കശേരുവിനെ പറയുന്നതാണ് അറ്റ്ലസ്. അതുപോലെ തന്നെ നട്ടലിലെ അവസാന കശേരുവിനെ പറയുന്നതാണ് കോക്കിസസ് എന്നാണ്. അറ്റ്ലസും കോക്കിസസും മറക്കല്ലേ. അതുപോലെ തന്നെ നമുക്കറിയാമല്ലോ 206 അസ്ഥികളുണ്ടല്ലോ മനുഷ്യ ശരീരത്തിൽ. 206 അസ്ഥികളുണ്ട്. അതുപോലെ തന്നെ അക്ഷാസ്ഥികൂടത്തിൽ 80 അസ്ഥികളും അതുപോലെ തന്നെ എത്രയാണ് അനുബന്ധാസ്ഥികൂടത്തിൽ 126 അസ്ഥികളും. മറക്കല്ലേ. കണക്കൊക്കെ PSC ചോദിക്കുന്നതാണ് എത്ര അസ്ഥികളുണ്ടെന്നൊക്കെ. അപ്പോൾ പഠിച്ചു വെച്ചോ. ടോട്ടൽ 206 അസ്ഥികളുണ്ട് മനുഷ്യ ശരീരത്തിൽ. അക്ഷാസ്ഥികൂടത്തിൽ 80 അസ്ഥികളും അതുപോലെ തന്നെ അനുബന്ധാസ്ഥികൂടത്തിൽ 126 അസ്ഥികളും. മറക്കല്ലേ. പിന്നെ ഈ രാജ്യത്തു നിന്നൊക്കെ കൊണ്ടുവന്നതൊക്കെ ചോദിക്കും. അതായത് ഏത് രാജ്യത്തിൽ നിന്നാണ് ചീറ്റപ്പുലികളെ 2022 ഇന്ത്യയിൽ കൊണ്ടുവന്നത്? അതായത് ബയോളജി പാർട്ടിൽ നിന്ന് കറണ്ട് അഫെയർ ആയിട്ട് ചോദിക്കുന്ന പോയിന്റ്സ് ആണ് വരുന്നത്. അതായത് എന്താണ് ഇവിടെ ചോദിച്ചത്? ചീറ്റപ്പുലികളെ 2022 ഇന്ത്യയിൽ കൊണ്ടുവന്നത് ഏത് രാജ്യത്ത് നിന്നാണ് ചോദിച്ചിരിക്കുന്നത്? അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി നമീബിയ. അപ്പോൾ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട കറണ്ട് അഫെയർ നോക്കണമെന്നാണ് അതിനർത്ഥം വരുന്നത്. അടുത്തത് പൂർണ്ണശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതി എന്നാണ്. അപ്പം പൂർണ്ണശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതി ഏതെന്നാണ്. അപ്പോൾ ഇവിടെ എന്താണ് വരുന്നത്? അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആശ്വാസകിരണമാണ്. അപ്പോൾ പൂർണ്ണശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതിയുടെ പേരാണ് ആശ്വാസകിരണം. അപ്പോൾ നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികളുടെ മാക്സിമം പഠിച്ചിട്ട് പോകുള്ളൂ. എന്തായാലും ഞാൻ അതിൻ്റെ ഒരു ക്ലാസ് ഇട്ടേക്കാം. എക്സാമിന് മുമ്പ് ഉറപ്പായിട്ടും ക്ലാസ് ഇട്ടേക്കാം. അടുത്ത ദിവസം തന്നെ ഞാനൊരു ക്ലാസ് ഇട്ടേക്കാം. അതായത് കേരളത്തിലെ പ്രധാനപ്പെട്ട ആരോഗ്യക്ഷേമ പദ്ധതികൾ 2 മാർക്ക് ഷുവറാണ്. അപ്പം ഞാൻ എൻ്റെ ക്ലാസ് ഇട്ടേക്കാം. ഓരോ പദ്ധതികളും വളരെ ലഘുവായിട്ട് പഠിപ്പിക്കുന്ന ഒരു ക്ലാസ് ഞാൻ ഇട്ടേക്കാം. ഉടനെ തന്നെ ഇട്ടേക്കാം. അപ്പം ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഓപ്ഷൻ വെച്ചങ്ങ് പറഞ്ഞു പോകാം. ഓപ്ഷൻ പഠിച്ചങ്ങ് പോകാം. അപ്പം ഓപ്ഷൻ പഠിച്ചങ്ങ് പോകാം. ഫസ്റ്റ് തന്നെ നോക്കാം. നമുക്ക് ആശ്വാസകിരണം എന്താണെന്ന് മനസ്സിലായല്ലോ. അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് പൂർണ്ണശയ്യാവലംബരെ പരിചരിക്കുന്നവർക്ക് കേരള സർക്കാർ നടപ്പിലാക്കിയ ധനസഹായ പദ്ധതിയാണ് ആശ്വാസകിരണം എന്ന് പറഞ്ഞ പദ്ധതി. അടുത്തത് ഈ പ്രത്യാശ എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? പ്രത്യാശ എന്ന് പറഞ്ഞ പദ്ധതി ഇത്രയേ ഉള്ളൂ. സംസ്ഥാന സാമൂഹ്യ നീതി വകുപ്പ് നേരിട്ടും അതുപോലെ തന്നെ NGOകളില്ലേ, ആ NGOകളൊക്കെ വഴിയും നടത്തുന്ന ക്ഷേമ സ്ഥാപനങ്ങളിലെ മാനസികാരോഗ്യം ഭേദമായ അന്യസംസ്ഥാനക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് തിരികെ എത്തിക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ. അപ്പോൾ എന്താണ് പ്രത്യാശ പദ്ധതി? എന്താണ്? മാനസികാരോഗ്യം ഭേദമായ അന്യസംസ്ഥാനക്കാരെ സ്വന്തം സംസ്ഥാനത്തേക്ക് തിരികെ എത്തിക്കുന്ന പദ്ധതിയാണ് പ്രത്യാശ എന്ന് പറയുന്ന പദ്ധതി. പ്രത്യാശ. അതുപോലെ തന്നെ സമാശ്വാസം എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? സമാശ്വാസം എന്ന് പറഞ്ഞ പദ്ധതി മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. അവരെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ സമാശ്വാസം എന്താണ്? ഇത്രയേ ഉള്ളൂ. സമാശ്വാസം എന്ന് പറഞ്ഞ പദ്ധതി മാസത്തിൽ ഒരു തവണയെങ്കിലും ഡയാലിസിസിന് വിധേയരാകുന്ന BPL വിഭാഗത്തിൽപ്പെടുന്ന രോഗികൾക്ക് ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സമാശ്വാസം. അതുപോലെ തന്നെ താലോലം പദ്ധതി എന്താണ്? താലോലം പദ്ധതി എന്ന് ആ പേര് കേൾക്കുമ്പോഴേ അറിയാം നമുക്ക് കൊച്ചുകുട്ടികളുടെ പദ്ധതിയാണ്. അതായത് താലോലം പദ്ധതി എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ, അതുപോലെ തന്നെ നാഡീരോഗങ്ങൾ, അസ്ഥിവൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ സഹായം നൽകുന്ന പദ്ധതിയാണ് താലോലം പദ്ധതി. അപ്പോൾ 18 വയസ്സിൽ താഴെയുള്ളതാണ് താലോലം പദ്ധതി എന്ന് പറയുമ്പോൾ 18 വയസ്സിൽ താഴെയുള്ള ഹൃദ്രോഗം, ഓർത്തു വെച്ചോ, ഹൃദ്രോഗം, വൃക്കരോഗം, ഹീമോഫീലിയ, നാഡീരോഗങ്ങൾ, അതുപോലെ തന്നെ അസ്ഥി വൈകല്യങ്ങൾ തുടങ്ങിയ രോഗങ്ങൾ ബാധിച്ചവർക്ക് ചികിത്സാ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് നമ്മുടെ ഈ താലോലം പദ്ധതി എന്ന് പറഞ്ഞത്. എന്തായാലും ഞാൻ ആരോഗ്യക്ഷേമ പദ്ധതികളുടെ ഒരു കംപ്ലീറ്റ് ക്ലാസ് ഉടനെ തന്നെ ഇടുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം.
അടുത്ത ക്വസ്റ്റ്യൻ ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നും ഇല്ലാത്ത ദഹനഗ്രന്ഥി എന്നാണ്. അപ്പോൾ ദഹനരസത്തിൽ രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി ഏതെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ കരളാണ്. അപ്പോൾ കരളിലെ ദഹനരസത്തിലാണ് രാസാഗ്നികൾ ഒന്നുമില്ലാത്ത ദഹനഗ്രന്ഥി എന്ന് അറിയപ്പെടുന്നത് കരളാണ്. ഓപ്ഷൻ എ കരൾ. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം. രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ടെറ്റനിയാണ്. ടെറ്റനസും ഉണ്ട്, ടെറ്റനിയും ഉണ്ട്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ടെറ്റനിയാണ്. തമ്മിൽ കൺഫ്യൂഷൻ ആയിപ്പോയാൽ ടെറ്റനി എന്ന് പറയുന്നതാണ് രക്തത്തിൽ കാൽസ്യത്തിൻ്റെ അളവ് കുറയുന്നത് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ടെറ്റനി. മറക്കല്ലേ. എലിപ്പനിക്ക് കാരണമായ രോഗകാരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ആൻസർ ഏതാണ്? ലെപ്റ്റോസ്പൈറയാണ്. ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമായ രോഗമാണ്. ഓപ്ഷൻ സി ലെപ്റ്റോസ്പൈറ. എലിപ്പനിക്ക് കാരണമായ രോഗകാരി എന്ന് പറയുന്നത് ലെപ്റ്റോസ്പൈറയാണ്. അതുപോലെ തന്നെ മൈക്രോബാക്ടീരിയം ഏതിൻ്റെയാണ്? മൈക്രോബാക്ടീരിയം വരുന്നത് ക്ഷയരോഗത്തിനാണ് വരുന്നത്. ക്ഷയരോഗമാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. എംഫീസീമ എന്ന രോഗത്തിന് കാരണം, എംഫീസീമ എന്ന് പറഞ്ഞ രോഗത്തിന് കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. നമ്മളറിയാം, നമുക്ക് നമ്മൾ സിനിമ കാണാനൊക്കെ തിയേറ്ററിൽ പോകത്തില്ല. തിയേറ്ററിൽ പോകുമ്പോൾ ഫസ്റ്റ് നമ്മളെ കാണിക്കുന്നത് എന്താണ്? ആ രോഗത്തെക്കുറിച്ചല്ലേ, എംഫീസീമയെക്കുറിച്ചാണ് ഫസ്റ്റ് കാണിക്കുന്നത്. അതായത് അതെന്തുകൊണ്ടാണ് കാരണമായിട്ട് വരുന്നത്? പുകവലി കുറിച്ചല്ലേ നമുക്ക് ഫസ്റ്റ് സിനിമ കാണാൻ തിയേറ്ററിൽ ചെല്ലുമ്പോൾ കാണിക്കുന്നത്. അപ്പോൾ അത് ഓർത്ത് വെച്ചോ, അത് എംഫീസീമ എന്ന് പറഞ്ഞ രോഗത്തെക്കുറിച്ചാണ് കാണിക്കുന്നത്. അപ്പോൾ എംഫീസീമ എന്ന രോഗത്തിന് കാരണമായിട്ടുള്ളത് പുകവലിയാണ്. മറക്കല്ലേ, പുകവലിയാണ്. നാലാമത് ഇൻഡോ US ഹെൽത്ത് ഡയലോഗിന് വേദിയാവുന്ന ഇന്ത്യൻ നഗരം ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ എ ന്യൂഡൽഹിയാണ്. ഓപ്ഷൻ എ ന്യൂഡൽഹി. വൻകുടലിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതാണ്? വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകമാണ്, അത് നമുക്കറിയാം, ഓപ്ഷൻ ഡി ആണ്, ജീവകം കെ ആണ്. ഓപ്ഷൻ ഡി ജീവകം കെ ആണ്. വൻകുടലിൽ വസിക്കുന്ന ബാക്ടീരിയകൾ നിർമ്മിക്കുന്ന ജീവകം ഏതെന്ന് ചോദിച്ചാൽ ജീവകം കെ ആണ്, വിറ്റാമിൻ കെ. അടുത്തത് പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം ഏതാണ്? അപ്പോൾ എന്താണ്? പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഏതാണ്? ആ അസ്ഥിരോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. ഓപ്ഷൻ ബി ഓസ്റ്റിയോപൊറോസിസ് ആണ്. അപ്പോൾ ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രായമായവരിലാണ് ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗമാണ് ഓസ്റ്റിയോപൊറോസിസ്. അടുത്തത് നട്ടലിലെ ആക്സിസ് എന്നീ നട്ടലിലെ അറ്റ്ലസ് ആക്സിസ് എന്നീ കശേരുകൾക്കിടയിലായി കാണപ്പെടുന്ന സന്ധി ഏതെന്നാണ്? അപ്പം നട്ടലിലെ അറ്റ്ലസ് ആക്സിസ് എന്നീ കശേരുകൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി ഏതെന്നാണ് ചോദിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി കീലസന്ധിയാണ്. അത് കീലസന്ധി എന്ന് പറയുമ്പോൾ എന്താണ്? പിവോട്ട് ജോയിൻ്റ് ആണ്. അപ്പോൾ കീലസന്ധിയാണ് നട്ടലിലെ അറ്റ്ലസ് ആക്സിസ് എന്നീ കശേരുകൾക്കിടയിലായി കാണപ്പെടുന്ന സന്ധി. അതുപോലെ തന്നെ പിവോട്ട് ജോയിൻ എവിടെയാണ് വരുന്നത്? കഴുത്തിൽ വരുന്നുണ്ട്, തലയോടിൽ വരുന്നുണ്ട്, പിന്നെ നട്ടലിലെ മുകൾ ഭാഗത്ത് വരുന്നത്. നട്ടലിലെ മുകൾ ഭാഗത്താണല്ലോ ഈ ആക്സിസും അറ്റ്ലസും ഒക്കെ കാണപ്പെടുന്നത്. നട്ടലിലെ മുകൾ ഭാഗത്തല്ലേ, നട്ടലിൻ്റെ മുകൾ ഭാഗത്ത്. അതുപോലെ തന്നെ ബാക്കിയുള്ള ഗോളരസന്ധി എന്തിനാണ്? ഗോളരസന്ധി എന്ന് പറയുന്നത് എന്താണ്? ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് ആണ്. ഗോളരസന്ധി വരുന്നത് തോളലിലും വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇടുപ്പല്ലിലും വരുന്നു. തോളലിലും ഇടുപ്പല്ലിലും വരുന്ന അസ്ഥിയാണ് ഗോളരസന്ധി അഥവാ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. അടുത്തത് ഏതാണ്? വിജാഗിരി സന്ധി എന്ന് പറഞ്ഞാൽ എന്താണ്? ഹിങ് ജോയിൻ്റ് ആണ്. വിജാഗിരി സന്ധി എന്ന് പറഞ്ഞാൽ ഹിങ് ജോയിൻ്റ് ആണ്. അതായത് കൈമുട്ട് കാൽമുട്ടിലൊക്കെ വരുന്നതാണ് വിജാഗിരി സന്ധി എന്ന് പറയുന്നത്. അടുത്തത് പരിയാണ സന്ധി അഥവാ തെന്നി നീങ്ങുന്ന സന്ധിയാണ് പറയുന്നത്. തെന്നി നീങ്ങുന്ന സന്ധിയെ പറയുന്ന പേരാണ് ഗ്ലൈഡിങ് ജോയിൻ്റ് എന്ന് പറയുന്നത്. അതെവിടെയാണ് വരുന്നത്? കൈക്കുഴയിലും കാൽക്കുഴയിലുമാണ് നമ്മുടെ ഈ തെന്നി നീങ്ങുന്ന സന്ധി വരുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം. ഈ സന്ധികളെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കണം, വളരെ എളുപ്പമാണ് പഠിക്കാൻ. കീലസന്ധി അഥവാ പിവോട്ട് ജോയിൻ്റ് വരുന്നത് കഴുത്ത്, തലയോട്, നട്ടലിലെ മുകൾ ഭാഗം. ഗോളരസന്ധി അഥവാ ബാൾ ആൻഡ് സോക്കറ്റ് ജോയിൻ്റ് വരുന്നത് തോളലെ ഇടുപ്പല്ലിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ പരിയാണ സന്ധി, അതുപോലെ തന്നെ തെന്നി നീങ്ങുന്ന സന്ധി അഥവാ ഗ്ലൈഡിംഗ് ജോയിൻ്റ് വരുന്നത് കൈക്കുഴയിലും കാൽക്കുഴയിലും. വിജാഗിരി സന്ധി അഥവാ ഹെങ് ജോയിൻ്റ് വരുന്നത് കാൽമുട്ടിലും കൈമുട്ടിലുമാണ്. മറക്കല്ലേ. അടുത്തത് ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു.
ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ആൽഫ വൈറസ് ആണ്. ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. ഓപ്ഷൻ എ ആൽഫ വൈറസ് ആണ്. ചിക്കൻ ഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ഏതാണ്? ആൽഫ വൈറസ് ആണ് വരുന്നത്. പിന്നെ റൈനോ വൈറസ് എന്താണ്? റൈനോ വൈറസ് എന്ന് പറയുന്നത് ജലദോഷത്തിന് കാരണമാകുന്ന വൈറസ് ആണ് റൈനോ വൈറസ്. അടുത്തത് വംശനാശം സംഭവിച്ച ഹോമിനികളുടെയും മനുഷ്യ പരിണാമത്തിൻ്റെ ജനിതക ഘടന സംബന്ധിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ഏതെന്നാണ്. അപ്പോൾ എന്താണ്? വംശനാശം സംഭവിച്ച ഹോമിനികളുടെയും മനുഷ്യ പരിണാമത്തിൻ്റെ ജനിതക ഘടന സംബന്ധിച്ച് പഠനം നടത്തിയ ശാസ്ത്രജ്ഞൻ ഏതെന്നാണെന്ന് ചോദിച്ചിരുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് സ്വാൻഡോ പാബോയാണ്. നോബൽ പ്രൈസ് കിട്ടിയതാണ് ജീവശാസ്ത്ര വിഭാഗത്തിൽ. അപ്പോൾ നോബൽ പ്രൈസ്, അതായത് ഇപ്പോൾ കറൻ്റ്ലി നോബൽ പ്രൈസ് കിട്ടിയ ബയോളജി വിഭാഗത്തിൽ കിട്ടിയ ആൾക്കാരുടെ പേരും അതുപോലെ തന്നെ നമ്മൾ കറണ്ട് അഫെയർ ഓൾറെഡി പഠിക്കുന്നതാണ്. അവരുടെ വിഷയോടൊന്ന് പഠിച്ചിട്ട് പോകണം. ബയോളജി പാർട്ടിയിൽ നിന്ന് ചോദിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. 2022 നോക്കിയിട്ട് പോകണം, 2023 നോക്കിയിട്ട് പോകണം കേട്ടോ. സംസ്ഥാനത്തെ അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചരണ പരിപാടി എന്താണ്? അനീമിയാണ്. സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യ വകുപ്പ് നടപ്പാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടിക്ക് പറയുന്ന പേരാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി വിവാ കേരളമാണ്. ആൻസർ ഓപ്ഷൻ സി വിവാ കേരളമാണ്. അപ്പോൾ വിവാ കേരളമാണ് സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി. അപ്പം നമ്മളിവിടെ വിവാ കേരളം പഠിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഓപ്ഷനിലുള്ള പദ്ധതി കൂടെ അങ്ങ് പഠിച്ചങ്ങ് പോവാം. പരിരക്ഷ എന്താണ്? പരിരക്ഷ എന്ന് പറയുന്നത് ഭിന്നശേഷിക്കാർക്ക് അടിയന്തര ഘട്ടങ്ങളിൽ സഹായം നൽകുന്ന സാമൂഹ്യ നീതി വകുപ്പിൻ്റെ പദ്ധതിയാണ് പരിരക്ഷ എന്ന് പറയുന്നത്. അടുത്തത് വി മിഷൻ എന്ന് പറഞ്ഞ പദ്ധതി എന്താണ്? വി മിഷൻ എന്ന് പറഞ്ഞ പദ്ധതി വനിതാ സംരംഭകർക്ക് വായ്പാ തുക നൽകുന്ന പദ്ധതിയാണ് വി മിഷൻ എന്ന പദ്ധതി കൊണ്ടുവരുന്നത്. പിന്നെ ആരോഗ്യ കേരളം എന്ന് പറഞ്ഞാൽ ആരോഗ്യ കേരളം, നമുക്കിപ്പം ആരോഗ്യപരമായിട്ട് പല പദ്ധതികളിലല്ലേ നമ്മുടെ ഈ ധനസഹായത്തിൻ്റെ പദ്ധതികളെല്ലാം കിടക്കുന്നത്. അതെല്ലാം ഒരുമിപ്പിച്ച് ഒരു പദ്ധതിയിലോട്ട് കൊണ്ടുവരുന്ന പദ്ധതിയാണ് ആരോഗ്യ കേരളം പദ്ധതി എന്ന് പറയുന്നത്. അപ്പം ഞാൻ എന്തായാലും ആരോഗ്യക്ഷേമ പദ്ധതികളുടെ ക്ലാസ് ഉടനെ തന്നെ ഇടുന്നതാണ്. ഇന്നും നാളെയും നമുക്ക് അപ്ലോഡ് ചെയ്യുന്നതാണ് ആരോഗ്യക്ഷേമ പദ്ധതികളുടെ. അപ്പോൾ എക്സാമിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെനിഫിറ്റ് ആവും. അടുത്തത് മനുഷ്യഹൃദയത്തിലെ ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? ഏത് അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത്? അത് ഓപ്ഷൻ ഡി ഇടത് വെൻട്രിക്കിളിനാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ഇടത് വെൻട്രിക്കിളാണ് മനുഷ്യഹൃദയത്തിലെ ഇടത് വെൻട്രിക്കിളിൻ്റെ അറയുടെ ഭിത്തിക്കാണ് ഏറ്റവും കൂടുതൽ കട്ടിയുള്ളത് കേട്ടോ. അടുത്തത് ജീവകം B6ൻ്റെ രാസനാമം എന്താണ്? ജീവകം B6ൻ്റെ രാസനാമം എന്ന് പറയുന്നത് എന്താണ്? പിരിഡോക്സിൻ ആണ്. ഓപ്ഷൻ എ പിരിഡോക്സിൻ ആണ് ജീവകം B6ൻ്റെ രാസനാമം. അപ്പോൾ നമുക്കറിയാം ജീവകം A മുതൽ K വരെയുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാ രാസനാമവും ജസ്റ്റ് ഒന്ന് പഠിച്ചിട്ട് പോകണം. ഏതൊക്കെയാണ് ഞാനൊന്നുകൂടെ പറയാം. ഏതൊക്കെയാണ് A മുതൽ K വരെയുള്ള രാസനാമങ്ങൾ വരുന്നത്? വിറ്റാമിൻ എ എന്ന് പറയുന്നതിൻ്റെ രാസനാമം എന്താണ്? റെറ്റിനോളാണ്. റെറ്റിനോൾ. അതുപോലെ തന്നെ വിറ്റാമിൻ B1 വരുന്നത് എന്താണ്? തയാമിൻ. അതുപോലെ തന്നെ B2 വരുന്നത് റൈബോഫ്ലാവിൻ. B3 ഏതാണ്? B3 നിയാസിൻ ആണ്. അതുപോലെ തന്നെ B5 വരുന്നത് പാൻറ്റോതെനിക് ആസിഡ് ആണ്. B6 പെരിഡോക്സിൻ ആണ്. പെരിഡോക്സിൻ ഇപ്പം പറഞ്ഞത്. അതുപോലെ തന്നെ B7 ബയോട്ടിൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ B9 ഫോളിക് ആസിഡ് വരുന്നു. അതുപോലെ തന്നെ B12 കൊബാലുമിൻ. അതുപോലെ തന്നെ വിറ്റാമിൻ സി വരുന്ന സിയുടെ ശാസ്ത്രീയ നാമമാണ് അസ്കോർബിക് ആസിഡ്. വിറ്റാമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. വിറ്റാമിൻ ഇയുടെയാണ് ടോക്കോഫെറോൾ. വിറ്റാമിൻ കെ ആണ് ഫൈറ്റോമെനാഡിയോൾ. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ശാസ്ത്രീയനാമം വരുന്നത്. ശാസ്ത്രീയനാമം നിങ്ങൾ മാക്സിമം നോക്കിയിട്ട് പോവുക. അടുത്തത് പ്രമേഹത്തിൻ്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായി കണക്കാക്കപ്പെടുന്നത്? പ്രമേഹത്തിൻ്റെ ഏത് വകഭേദത്തെയാണ് ജീവിതശൈലി രോഗമായിട്ട് കാണപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ടൈപ്പ് 2 പ്രമേഹമാണ്. ടൈപ്പ് 2 പ്രമേഹത്തെയാണ് ജീവിതശൈലി രോഗമായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ജീവിതശൈലി രോഗം എന്താണെന്ന് അറിയാമല്ലോ. അതായത് നമുക്ക് നമ്മളുടെ ദിനചര്യകളിൽ കൊണ്ട് വരുന്ന രോഗങ്ങളാണ് ഈ ജീവിതശൈലി രോഗമായിട്ട് വരുന്നത്. അപ്പോൾ അത് പ്രമേഹത്തിൻ്റെ കേസിൽ വരുമ്പോൾ ടൈപ്പ് 2 പ്രമേഹമാണ് ജീവിതശൈലി രോഗമായിട്ട് വരുന്നത് കേട്ടോ. ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? ഒരു രോഗമാണ് ഓപ്ഷൻ ബി റിംഗ് വേം ആണ്. മാർക്കല്ലേ. ഫംഗസ് മുഖേന മനുഷ്യരിൽ ഉണ്ടാകുന്ന ഒരു രോഗമാണ് റിംഗ് വേം. അതുപോലെ തന്നെ ആർദ്രം പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കിയ വർഷം ഏതാണ്? ആർദ്രം പദ്ധതി നടപ്പാക്കിയത് നമ്മുടെ ഈ 1ാം പിണറായി സർക്കാർ വന്ന ഡേറ്റ് ആണ്. അതായത് 2016. ഓർത്ത് വെച്ചു. ആർദ്രം പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയ വർഷം
2016. അതുപോലെ തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പരിസ്ഥിതികളുടെയും ആരോഗ്യം നിലനിർത്തി രോഗപ്രതിരോധം കൈവരിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരോഗ്യവകുപ്പ് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? വൺ ഹെൽത്ത് ആണ്. വൺ ഹെൽത്ത്, ഓപ്ഷൻ ബി വൺ ഹെൽത്ത് ആണ്. വൺ ഹെൽത്ത് പദ്ധതിയാണ് വരുന്നത്. പിന്നെ വിവാഹ കേരളം, വി മിഷൻ, പരിരക്ഷയില്ലപ്പോൾ കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞതാണ്. അടുത്തത് ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു? ബീജസങ്കലനം മനുഷ്യ ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത് വെച്ച് നടക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി അണ്ടവാഹിനി കുഴലിലാണ്. അണ്ടവാഹിനി കുഴലിൽ വെച്ചാണ് ബീജസങ്കലനം നടക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ജീവകമാണ് ടോക്കോഫെറോൺ? കുറച്ച് മുമ്പ് നമ്മൾ പറഞ്ഞ ടോക്കോഫെറോൺ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ജീവകം ഇയുടെ ശാസ്ത്രനാമമാണ് ടോക്കോഫെറോൺ. മീനമാതാ രോഗം ഏത് മലിനീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മീനമാതാ രോഗം ഏത് മലിനീകരണമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മെർക്കുറി അല്ലേ? ഓപ്ഷൻ സി മെർക്കുറിയാണ്. മെർക്കുറി മലിനീകരണമായിട്ടാണ് മീനമാതാ രോഗം ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പം തൊഴിൽജന്യ രോഗങ്ങളാണ് അത് വരുന്നത്. തൊഴിൽജന്യ രോഗങ്ങൾ നോക്കിയിട്ട് പോകണം. തൊഴിൽജന്യ രോഗങ്ങളായിട്ട് വരുന്നത് മെർക്കുറിയുടെയാണ് മീനമാതാ രോഗം. അതുപോലെ തന്നെ കാഡ്മിയമാണ് ഇതായി. അതുപോലെ തന്നെ ലെഡ്, പ്ലംബിസം തുടങ്ങിയ ഇതുണ്ടല്ലോ, അത് മാക്സിമം നോക്കിയിട്ട് പോകണേ. അടുത്തത് മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? മാംസ്യത്തിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ്, ഈ ഓപ്ഷൻ നോക്കി തന്നെ നമുക്കറിയാം, കോഷിയോർക്കർ കേട്ടോ. ഓപ്ഷൻ എ കോഷിയോർക്കർ. വിഡാൽ ടെസ്റ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നു? വിഡാൽ ടെസ്റ്റ് അഥവാ വൈഡൽ ടെസ്റ്റ് ഏത് രോഗനിർണയത്തിന് ഉപയോഗിക്കുന്നത്? വൈഡൽ ടെസ്റ്റ് നമുക്കറിയാം ഏതിനാണ് ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ ടൈഫോയിഡിനല്ലേ വൈഡൽ ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. വൈഡൽ ടെസ്റ്റ് എന്തിൻ്റെ പരിശോധനയാണ്? ഏത് രോഗത്തിൻ്റെ പരിശോധനയാണ്? രോഗനിർണയ ടെസ്റ്റാണ്, ടൈഫോയിഡിൻ്റെയാണ് വൈഡൽ ടെസ്റ്റ്. അതുപോലെ തന്നെ എയ്ഡ്സിൻ്റെ ഏതൊക്കെയാണ് വരുന്നത്? എയ്ഡ്സിൻ്റെ വരുന്നതാണ് എലീസ ടെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ വെസ്റ്റേൺ ബ്ലോട്ട് ടെസ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നേവ ടെസ്റ്റ് എയ്ഡ്സിൻ്റെയാണ്. അതുപോലെ തന്നെ ക്യാൻസറിൻ്റെ ഏത് ടെസ്റ്റാണ്? ബയോപ്സി ടെസ്റ്റാണ്. ക്യാൻസറിൻ്റെ ബയോപ്സിയാണ്. അതുപോലെ തന്നെ ക്ഷയത്തിൻ്റെ വരുന്നതാണ് ഡോട്ട്സ്, മാൻടോക്സ്, അതുപോലെ തന്നെ ടൈൻ ടെസ്റ്റ്. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത കണ്ടോ, പട്ടിക 1 ആരോഗ്യക്ഷേമ പദ്ധതികൾ, പട്ടിക 2 ഗുണഭോക്താക്കൾ എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ശരിയായ ഉത്തരം താഴെ നൽകിയിരിക്കുന്ന കോഡുകളിൽ നിന്ന് തിരഞ്ഞെടുക്കുക എന്നാണ്. അപ്പം ഇനി നമുക്ക് വരുന്ന പരീക്ഷയല്ല ഇതുപോലത്തെ കാണിക്കും. കാരണം ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ കുറേ ഇല്ലയോ. അപ്പം ഇതുപോലെ പട്ടികകളായിട്ട് തരാൻ ചാൻസ് ഉണ്ട് കേട്ടോ ആരോഗ്യക്ഷേമ പദ്ധതികൾ. അപ്പോൾ ഓർത്ത് വെച്ചോ, ഇതിപ്പം PSC മോഡലായിട്ട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ LDC പരീക്ഷയ്ക്ക് ഇതുപോലൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. അപ്പം പദ്ധതികൾ കണ്ടുകൊണ്ട് ശരിയായിട്ടുള്ളത് കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഫസ്റ്റ് ഏതാണ്? മന്ദഹാസം പദ്ധതി നമുക്കറിയാം പല്ലുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതായത് BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് ദന്തം വെച്ച് കൊടുക്കുന്ന പദ്ധതിയാണ് മന്ദഹാസം പദ്ധതി. അപ്പോൾ മന്ദഹാസം പദ്ധതിയുടെ ഗുണഭോക്താക്കളായി വരുന്നത് BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാരാണ് വരുന്നത് മന്ദഹാസം പദ്ധതിയുടെ ഗുണഭോക്താക്കളായിട്ട് വരുന്നത്. അടുത്തത് സമന്വയ പദ്ധതി നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിന് ഗുണഭോക്താക്കളായിട്ട് വരുന്നതാണ് സമന്വയ പദ്ധതി. അതുപോലെ തന്നെ അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്കാണ്. നിരാലംബരായ വിധവകൾക്കുള്ള പദ്ധതിയാണ്. അതുപോലെ തന്നെ നിരാമയ ഇൻഷുറൻസ് സ്കീം എന്ന് പറയുമ്പോൾ ഏതാണ്? ഭിന്നശേഷിക്കാർക്കുള്ളതാണ് നിരാമയ ഇൻഷുറൻസ് സ്കീം. അപ്പോൾ ഏതാണ് ഇവിടെ ആൻസർ ഇട്ടിരുന്നത്? ഓപ്ഷൻ എ അല്ലേ? 4513. അപ്പോൾ ഒന്നുകൂടെ പറയാം, മന്ദഹാസം പദ്ധതി BPL വിഭാഗത്തിലെ മുതിർന്ന പൗരന്മാർക്ക് വരുന്നതാണ്. അതുപോലെ തന്നെ സമന്വയ പദ്ധതി ട്രാൻസ്ജെൻഡേഴ്സിന് വരുന്നതാണ്. അഭയകിരണം പദ്ധതി നിരാലംബരായ വിധവകൾക്കുള്ള പദ്ധതിയാണ്. അതുപോലെ തന്നെ നിരാമയ ഇൻഷുറൻസ് സ്കീം വരുന്നത് ഭിന്നശേഷിക്കുള്ളവർക്കാണ്. അടുത്തിടെ ലോകാരോഗ്യ സംഘടന R21 മെട്രിക്സ് M വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോട് കൂടെ അംഗീകരിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ്? ആൻസർ ഓപ്ഷൻ ഡി മലേറിയയാണ്. അടുത്തത് താഴെ നൽകിയിരിക്കുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. അപ്പോൾ അവകാശവാദം എന്താണെന്ന് നോക്കാം. ഹൃദയമിടിപ്പ് നിലയ്ക്കുമ്പോൾ അത് ഹൃദയസ്തംഭനം എന്നറിയപ്പെടുന്നു, ശരിയാണ്. അതുപോലെ തന്നെ കാരണം എന്താണ്? ഹൃദയസ്തംഭനം മൂലം ഹൃദയാഘാതം ഉണ്ടാകുന്നത്, തെറ്റല്ലേ? ഹൃദയാഘാതവും ഹൃദയസ്തംഭനവും ഒക്കെ ഒന്നല്ലേ? ഹൃദയാഘാതം മൂലം തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റാണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ ബി അല്ലേ വരുന്നത്? ഓപ്ഷൻ സി അല്ലേ വരുന്നത്? വാദം ശരിയാണ്, കാരണം തെറ്റാണ്. ഓപ്ഷൻ സി ആണ് വരുന്നത്. വാദം ശരിയാണ്, കാരണം തെറ്റാണ്.
അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ബെറിബെറിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? B2 വിറ്റമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. തെറ്റല്ലേ? B2ൻ്റെ അല്ലല്ലോ ബെറിബെറി. അതുപോലെ തന്നെ തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. അതപ്പോൾ ഏതാണ് ബെറിബെറി? ഏതാണ്? B1 അല്ലേ? B1ൻ്റെ ഇല്ല. അപ്പം തയാമിൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ബെറിബെറി. അതുപോലെ തന്നെ അടുത്തത് ഏതാണ്? ശിശുക്കളിലും ചെറിയ കുട്ടികളിലും ഉണ്ടാകുന്ന പോഷകാഹാര വൈകല്യമാണ്. തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉൾപ്പെടുത്തുന്നത് കണ്ടുവരുന്നത്. ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ന്യൂറൈറ്റിസ്, പക്ഷാവാതം, പേശിവാദം, മാനസിക തളർച്ച, ഹൃദയസ്തംഭനം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷണങ്ങളായിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ശരി? 2, 4, 5 ആണ്. 2, 4, 5 ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. 2, 4, 5 ആണ്. ടീം ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതാണ്? അപ്പോൾ T ലിംഫോസൈറ്റിൻ്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഗ്രന്ഥി ഏതെന്നാണ് വെച്ചിരിക്കുന്നത്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി, തൈമസ് ഗ്രന്ഥിയാണ്. തൈമസ് ഗ്രന്ഥി. അടുത്തത് ഈ ക്വസ്റ്റ്യൻ ഇനി പറയാൻ പോകുന്ന ക്വസ്റ്റ്യൻ ഈ 2 മാസം മുമ്പ് നമ്മുടെ LDC പോലൊരു പരീക്ഷ നടന്നില്ല, LDCയുടെ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് എക്സാം. അപ്പോൾ അതിന് നടന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കാം നമുക്ക്. രോഗത്തിൻ്റെ പേരും അതിൻ്റെ കാരണവും താഴെ തന്നിരിക്കുന്നത് ശരിയായത് ഏതൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നിശാന്തത എന്ന് പറയുന്നത് എന്താണ്? വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ട് റോഡോപ്സിൻ്റെ പുനർനിർമ്മാണം തടസ്സപ്പെടുത്തുന്നതാണ് നിശാന്തത. ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റാണ്. അതുപോലെ തന്നെ സിറോഫ്താൽമിയ എന്ന് പറയുന്നത് അക്വസ് ദ്രാവകത്തിൻ്റെ പുനരാഗീരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നു. തെറ്റായിട്ടുള്ളതാണ്. മർദ്ദം കൂടുന്നതല്ല. അപ്പോൾ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്നത് എന്താണ്? ഗ്ലോക്കോമയാണ് വരുന്നത്. അപ്പോൾ സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം ഉണ്ടായാൽ നേത്രാവരണവും അതുപോലെ തന്നെ കോർണിയയും വരണ്ട് കോർണിയ അതാര്യമായി തീരുന്നതാണ് ഈ സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഗ്ലോക്കോമ ഇതും അപ്പം എന്താ ഓൾറെഡി തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് അല്ലേ? അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. അത് ഗ്ലോക്കോമ എന്ന് പറയുന്നത് എന്താണ്? അക്വസ് ദ്രാവകത്തിൻ്റെ പുനരാഗീരണം നടക്കാത്തതിനാൽ കണ്ണിനുള്ളിൽ മർദ്ദം കൂടുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഇത് മൂന്നും തമ്മിൽ തിരിഞ്ഞു പോകല്ലേ. അപ്പോൾ ഇതിന് ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് വരുന്നത്. 1 മാത്രമാണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അടുത്തത്, മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിനിൽ കാണുന്ന ലോഹമാണ്. ആൻസർ ഓപ്ഷൻ ഡി, ഇരുമ്പാണ്. ആൻസർ ഓപ്ഷൻ ഡി, ഇരുമ്പ്. 38. അടുത്ത ക്വസ്റ്റ്യൻ, എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഏതാണ്? എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ഇതാണ്, ലെപ്റ്റോസ്പൈറയാണ്. എലിപ്പനിക്ക് കാരണമായ സൂക്ഷ്മജീവി ലെപ്റ്റോസ്പൈറയാണ് വരുന്നത്. അതുപോലെ തന്നെ കൊറിനി ബാക്ടീരിയ ഏതാണ്? കൊറീനി ബാക്ടീരിയ. ഡിഫ്തീരിയ അഥവാ തൊണ്ടമുള്ളിന് കാരണമായ സൂക്ഷ്മജീവിയാണ് കൊറിനി ബാക്ടീരിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഏഴ്സിനി പേസ്റ്റിസ് എന്ന് പറയുന്നത് എന്താണ്? പ്ലേഗിന് കാരണമായാണ് ഏഴ്സിനി പേസ്റ്റിസ്. അതുപോലെ തന്നെ ട്രിപ്പോണിമ പാലിഡം എന്ന് പറയുന്നത് സിഫിലസിന് കാരണമായിട്ടുള്ളതാണ്. അടുത്തത്, ലോകാരോഗ്യ ദിനം 2024 പ്രമേയം ഏതാണെന്നാണ്. ഇതിന് റിപ്പീറ്റ് ചെയ്യാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ആൻസർ ഓപ്ഷൻ ബി, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അതായത് ഈ വട്ടത്തെ നമ്മുടെ ലോകാരോഗ്യ ദിനത്തിലെ പ്രമേയമാണ് ചോദിച്ചിരിക്കുന്നത്. 2024 പ്രമേയം ഏതാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രമേയം ഏതാണ്? എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. അടുത്ത താഴെ കൊടുത്തിരിക്കുന്നതിൽ ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ്? ഇതിനകത്ത് ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? എംഫീസീമിയം വരും, അതുപോലെ തന്നെ ഫാറ്റി ലിവറും വരും. ബാക്കിയൊന്നും ജീവിതശൈലി രോഗമായിട്ട് വരത്തില്ല. ഹീമോഫീലിയ വരില്ല, അതുപോലെ സിക്കിൾ സെൽ അനീമിയ ഒന്നും വരത്തില്ല. അപ്പോൾ ഇതിനകത്ത് വരുന്നത് എംഫീസീമിയം ഫാറ്റി ലിവറുമാണ്. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ, 1ഉം 2ഉം ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത്. അപ്പോൾ ജീവിതശൈലി രോഗങ്ങൾ എന്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് കിട്ടും. ജീവിതശൈലി രോഗം എന്നുള്ളത് നമ്മുടെ ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാൽ സംഭവിക്കുന്ന രോഗങ്ങളാണ് ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്നത്. അതായത് എംഫീസീമ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പുകവലി കാരണം ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ടാണ് എംഫീസീമ ജീവിതശൈലി രോഗമായിട്ട് വരുന്നത്. പിന്നെ ഫാറ്റ് ലിവർ കൊഴുപ്പടിഞ്ഞു കൂടുന്നതാണ് നമ്മൾ വരുന്നതാണ്. അതറിയാലോ. പിന്നെ ഹിമോഫീലിയ സിക്കിൾ സെൽ അനീമിയം വരത്തില്ല, നമുക്ക് അതുപോലെ വരത്തില്ല. അതുകൊണ്ടാണ് ജീവിതശൈലി രോഗങ്ങളുടെ കൂട്ടത്തിൽ അത് പെടാത്തത്. ക്ലിയർ ആയ? അപ്പോൾ ഇത്രയുമാണ് നമ്മൾ 2021 മുതൽ ചോദിച്ചിട്ടുള്ള ബയോളജി പാർട്ടിലെ 10th ലെവൽ ബേസ് ചെയ്തുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒരുമാതിരിപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്തു LDC ലെവലിലുണ്ട്. അപ്പോൾ മാക്സിമം നിങ്ങളിത് പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ബയോളജിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്ലാസ്സോടെ നമ്മൾ ചെയ്യുന്നുണ്ട്. അതായത് ആരോഗ്യക്ഷേമ പദ്ധതികൾ, അതിൻ്റെ ഒരു കംപ്ലീറ്റ് ക്ലാസ്സസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും. നാളെ തന്നെ ഞാനത് ചെയ്തിട്ട് കേരളത്തിലെ നിലവിലത്തെ ആരോഗ്യക്ഷേമ പദ്ധതികളുടെ ക്ലാസ് ഞാൻ കംപ്ലീറ്റ് ഇട്ടേക്കാം. പിന്നെ അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ നമ്മൾ ടെലഗ്രാമിലൊരു കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്, കറണ്ട് അഫെയർ ക്രാഷ് കോഴ്സ്. പല കൂട്ടുകാർക്കും അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടന്ന എക്സാമിന് പോലും അവർക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മുടെ കറണ്ട് അഫെയർ ക്രാഷ് കോഴ്സിന് ചേരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ
നമ്മുടെ ടെലഗ്രാം ചാനലിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കുന്നുണ്ട്. അതിനകത്ത് കയറിയിട്ട് അതിനകത്ത് കൊടുത്തിരിക്കുന്ന നമ്പറിൽ ഒരു വെറും 120 രൂപ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫീ സ്ട്രക്ചറായിട്ട് വരുന്നത്. അതെന്തായാലും നിങ്ങൾക്ക് നഷ്ടം വരില്ല. ഇനി വരുന്ന എക്സാം LDC ഉണ്ട്, LGS ഉണ്ട്, ഡിഗ്രി ലെവൽ മെയിൻസ് ഉണ്ട്. അപ്പോൾ അതുവരെ അതിൻ്റെ വാലിഡിറ്റി നമ്മൾ ക്ലാസ്സസും എടുത്തുകൊണ്ടിരിക്കും. ഡെയിലി 1 hour ക്ലാസ്സസ് ആണ്. വൈകുന്നേരം 7 മണി മുതൽ 8 മണി വരെയാണ് ക്ലാസ് വരുന്നത്. അതുപോലെ തന്നെ ലൈവ് വിത്ത് ഡിസ്കഷനാണ്. അതുപോലെ തന്നെ അതിൻ്റെ എക്സാംസും കാര്യങ്ങളോട് നോട്ട്സിലും കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ടാണ് പോകുന്നത്. ഒരാഴ്ചയേ ഉള്ളൂ തുടങ്ങിയിട്ട് ബാച്ച്. അപ്പോൾ ബാച്ചിൽ ചേരാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ചേരുക. അല്ലെങ്കിൽ കുറച്ച് ബാച്ച് ആയി കഴിഞ്ഞാൽ നമുക്ക് ചേരാൻ പറ്റില്ല. അപ്പോൾ ടോപ്പിക്കെല്ലാം കവറായി പോകും. അതുകൊണ്ടാണ് പറഞ്ഞത്, താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്ത് മാക്സിമം അതിനകത്തൊന്ന് ജോയിൻ ചെയ്യാൻ നോക്കുക. 120 രൂപ അടച്ചു കഴിഞ്ഞാൽ ആ പേയ്മെൻറ്റ് ചെയ്ത നമ്പറിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു കൊടുക്കുക. ഞാൻ ഗ്രൂപ്പിൽ ആഡ് ചെയ്തോളാം. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തിയിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇത്ര നേരം കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഓൾ.